പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ കോച്ചായിരുന്ന ഇവാൻ നുക്കമാനോവിച്ചും അതുപോലെ തന്നെ പുതിയ കോച്ചായിട്ടുള്ള മിഗേൽ സ്റ്റെഹറയും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ വീഡിയോയാണ് ഇത്. കഴിഞ്ഞ 2 വർഷത്തെ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോയാണ് ഇത്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എക്സ്പീരിയൻസിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഇവാൻ നുക്കമാനോവിച്ചിനേക്കാൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് മിഗേൽ സ്റ്റെഹറ. ആദ്യം തന്നെ മിഗേൽ സ്റ്റെഹറയുടെ കഴിഞ്ഞ 2 വർഷത്തെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കാം. നിലവിൽ 48 വയസ്സ് പ്രായം വരുന്ന ഇദ്ദേഹം അവസാനമായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു തായ്ലൻഡ് ക്ലബിനെയായിരുന്നു. ഉദയ് താനി എന്ന ഒരു തായ്ലൻഡ് ക്ലബിനെയായിരുന്നു ഇദ്ദേഹം അവസാനമായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സെപ്റ്റംബർ 8, 2023 ഈ ഒരു ക്ലബിന്റെ പരിശീലകനായിട്ട് ഇദ്ദേഹം ചുമതലയേൽക്കുന്നത്. മിഗേൽ സ്റ്റെഹറയുടെ കീഴിൽ ആ ഒരു ക്ലബ്ബ് 25 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 7 മത്സരങ്ങളിൽ മാത്രമാണ് ആ ഒരു ക്ലബ്ബ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. 9 സമനിലയും 9 പരാജയങ്ങളും ആ ഒരു ക്ലബിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലബിന്റെ വിജയ ശതമാനവും വളരെ കുറവായിരുന്നു. അതിനു മുൻപ് ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് IFK ഗോട്ടേബോർഗ് എന്ന ഒരു ക്ലബിനെയായിരുന്നു. ജൂൺ 1, 2021 ഇദ്ദേഹത്തിനെ ആ ഒരു ക്ലബ്ബ് ടീമിലേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല 61 മത്സരങ്ങളിലോളം ഇദ്ദേഹത്തിന്റെ കീഴിൽ ആ ഒരു ക്ലബ്ബ് കളിച്ചിട്ടുണ്ട്. അതിൽ 28 മത്സരങ്ങളിലായിരുന്നു ആ ഒരു ക്ലബ്ബ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 7 സമനിലയും അതിനോടൊപ്പം തന്നെ 26 പരാജയങ്ങളും ആ ഒരു ക്ലബ്ബ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വിന്നിംഗ് പെർസെന്റേജ് ആവട്ടെ 45%. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രകടനം ഇദ്ദേഹത്തിന്റെ കീഴിൽ ആ ഒരു ക്ലബ്ബ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും മുൻപത്തെ സ്റ്റാറ്റ്സ് ഒന്നും എടുത്ത് നമുക്കൊരു കോച്ചിനെയും വിലയിരുത്താൻ സാധിക്കില്ല. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന്റെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചേക്കാം. നമുക്കൊന്നും തന്നെ മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ നുക്കമാനോവിച്ചിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള സ്റ്റാറ്റ്സ് ഒക്കെ എടുത്തു നോക്കാം. നിലവിൽ 46 വയസ്സ് പ്രായം വരുന്ന ഇദ്ദേഹം കഴിഞ്ഞ 3 വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. ജൂൺ 17, 2021 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് ഇദ്ദേഹം ചുമതലയേൽക്കുന്നത്. 76 മത്സരങ്ങളോളം ഇദ്ദേഹത്തിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട്. അതിൽ 33 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. 14 സമനിലയും അതിനോടൊപ്പം തന്നെ 29 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിന്നിംഗ് പെർസെന്റേജ് ആവട്ടെ 43%. മാത്രമല്ല കഴിഞ്ഞ 2 സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 5ാം സ്ഥാനത്തായിരുന്നു. മിഗേൽ സ്റ്റെഹറ മൊത്തത്തിൽ 462 മത്സരങ്ങളിൽ പരിശീലകനായിട്ടുണ്ട്. അതിൽ 203 മത്സരങ്ങളിൽ വിജയിച്ചിട്ടുമുണ്ട്. അതിൽ 112 സമനിലയും 147 പരാജയങ്ങളുമുണ്ട്. ഇവാന്റെ കാര്യം ഇവിടെ നോക്കുകയാണെങ്കിൽ തന്റെ കരിയറിൽ മൊത്തത്തിൽ 155 മത്സരങ്ങളിലാണ് കോച്ചായിട്ടുള്ളത്. അതിൽ 76 മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ 27 സമനിലയും 52 പരാജയങ്ങളുമുണ്ട്. മാത്രമല്ല വിന്നിംഗ് പെർസെന്റേജ് ആവട്ടെ 49%. ഇവാൻ നുക്കമാനോവിച്ചിനേക്കാൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ച് മിഗേൽ സ്റ്റെഹറയാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ മിഗേൽ സ്റ്റെഹറയേക്കാൾ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത് ഇവാനാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോച്ച് ആരാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.